5-ാം നൂറ്റാണ്ടിൽ ഒരു ജോർജിയയിൽ രാജ്യം ഭരിച്ചിരുന്ന രാജാവ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേരെന്ന് പറയുന്നത് വക്താങ് കോർക്കുസാലി. അപ്പോൾ പുള്ളിയുടെ ഒരു ഹോബി എന്ന് പറയുന്നത് പുള്ളിക്കൊരു പരുന്തുണ്ട്. ആ പരുന്തിനെ കൊണ്ട് വേട്ടയാടാൻ വേണ്ടി പോകും. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ വേട്ടയാടി തിരിച്ചു വരുന്ന സമയത്ത് പുള്ളിയുടെ പരുന്ത് എന്താണ് അവിടെ കാണുന്ന ഒരു കാട്ടുകോവിന്ന് റാഞ്ചു. അങ്ങനെ റാഞ്ചിയതിന് ശേഷം ഈ രാജാവ് ഇങ്ങനെ അതിങ്ങനെ നോക്കി നിൽക്കട്ട. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എന്താണ് ഈ പരുന്തും അതുപോലെ തന്നെ എന്താണ് ഈ കാട്ടുകോഴിയും കൂടി നിലം പതിക്കും. അപ്പോൾ നിലം പതിച്ചിട്ട് നേരെ വീഴുന്നത് ഒരു ചൂട് നീരുവയിലേക്കാണ്. എന്നാൽ അപ്പോൾ രാജാവ് അതിങ്ങനെ ഒരു ആകാംക്ഷയോട് വേണ്ടി നോക്കി നിൽക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു അല്പസമയം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഈ രണ്ട് പക്ഷികളും ആ വെള്ളത്തിൽ നിന്ന് പൊന്തി വരും. അപ്പോൾ രാജാവ് അടുത്ത് പോയി നോക്കുന്ന സമയത്താണ് മനസ്സിലായത് അത് രണ്ടും ചത്തിട്ട് പൊന്തിയതാണെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ആ ഒരു കാഴ്ചയിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഈ രാജാവ് അവിടെ ഒരു നഗരം പണിയണമെന്ന് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ജോർജിയയിലെ തലസ്ഥാനമായ ടിബിലീസിനെ കുറിച്ചാണ്. അതായത് ടിബിലീസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചൂട് എന്നാണ്. അതായത് പറയപ്പെടുന്നത് ഈ രാജാവ് ഈ ഒരു സ്റ്റോറി ഇൻസ്പയർ ചെയ്തിട്ടാണ് ടിബിലീസി എന്നൊരു പേര് പോലും വെച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ജോർജിയയിൽ നിരന്തരം യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഇന്നും അതായത് അബനോത്ത് പാനി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ് വരുന്നുണ്ട് ജോർജിയയിൽ. അവിടെ പോയി കഴിഞ്ഞാൽ ഇന്നും സൾഫർ നീരുവകൾ കാണാൻ വേണ്ടി പറ്റും. അതായത് സൾഫർ നീരുവകൾ കാണാൻ വേണ്ടി മാത്രമല്ല അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് എന്താണ് സൾഫർ ബാത്തിങ്ങും ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളും ഇതേപോലെ സൾഫർ ബാത്തിങ്ങും ഒക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്കൈ ടൈമിന് ശരിക്കും November 4th അതേപോലെ November 6th ഗ്രൂപ്പ് ഡിപ്പാർച്ചേഴ്സ് വരുന്നുണ്ട്. ഇത് ജോർജിയ എന്ന രാജ്യം മാത്രമല്ല, ജോർജിയ, അർമീനിയ എന്നീ 2 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഗ്രൂപ്പ് ഡിപ്പാർച്ചേഴ്സ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇനി വളരെ ലിമിറ്റഡ് സീറ്റ് മാത്രമേ അതിൽ ബാലൻസ് ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.